ഇപ്പോൾ മുയൽ, താറാവ്, ഞണ്ട്, കൂന്തൽ, കല്ലുമ്മക്കായ, ബീഫ്, പോർക്ക്, ലിവർ, കക്ക, ആട്ടുംതല, ആടിൻ്റെ ബോട്ടി, പിന്നെ ചില്ലി ഡ്രൈ ടൈപ്പൊക്കെയാണ് വെച്ചെങ്കിൽ 65, ബീഫ് ചില്ലി, കാട. മീൻ ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ കരിമീനുണ്ട്, പിലോപ്പി, ചെമ്മീൻ, കൊഴുവ, ഈ വക ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വെച്ചെങ്കിൽ ഇവിടുത്തെ ചുങ്കം ഷാപ്പിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പുള്ളിപ്പുട്ടാണ്. നമസ്കാരം. ഇന്ത്യ യാത്ര ഓൺലൈൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ വേലൂർ ചുങ്കം ഷാപ്പിലേക്കാണ്. ഷാപ്പ് കറികളുടെ വായിൽ കപ്പലോടിക്കുന്ന ഒരു വലിയ ലോകം തന്നെയാണ് വേലൂർ ചുങ്കം ഷാപ്പ്. അതിനാൽ തന്നെ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം തുടങ്ങി അയൽ ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഒപ്പം തന്നെ ധാരാളം ഫാമിലികളും ഇവിടെ എത്തുന്നു. ഇപ്പോൾ ഇവിടെ കറികൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 10-20 തരം കറി തന്നെ ഉണ്ട്. ഇപ്പോൾ മുയൽ, താറാവ്, ഞണ്ട്, കൂന്തൽ, കല്ലുമ്മക്കായ, ബീഫ്, പോർക്ക്, ലിവർ, കക്ക, ആട്ടുംതല, ആടിൻ്റെ ബോട്ടി, പിന്നെ ചില്ലി ഡ്രൈ ടൈപ്പൊക്കെയാണ് വെച്ചെങ്കിൽ 65, ബീഫ് ചില്ലി, കാട. മീൻ ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ കരിമീനുണ്ട്, പിലോപ്പി, ചെമ്മീൻ, കൊഴുവ, ഈ വക ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വെച്ചെങ്കിൽ ഇവിടുത്തെ ചുങ്കം ഷാപ്പിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പുള്ളിപ്പുട്ടാണ്. പച്ചക്കുള്ളിയിലുണ്ടാക്കുന്നൊരു പുട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ പൊറോട്ട, വെള്ളയപ്പം, പത്തിരി, ഒരു എല്ലാ ദിവസവും ഈ കറികളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. 8 മണി തൊട്ട് 8 മണി വരെയാണ് നമുക്ക്. രാത്രി 8 മണി വരെ. വില ഏകദേശം വലിയ റേറ്റ് ഒന്നുമില്ല. കാരണം താറാവ്, അതുപോലെ ആട്ടുംതല, ഞണ്ട് ഇതൊക്കെ 120. പിന്നെ എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും വന്ന് കഴിച്ചു പോകാനുള്ള വില തന്നെ ഉള്ളൂ. ബീഫ് ഡ്രൈ ആയിട്ടുള്ളതാണ്. പിന്നെ താറാവ്, മുയൽ, ആട്ടുംതല, പോർക്ക്, ആട്ടുംതല ഇതാണ്. പിന്നെ ഞണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ലിവർ ഇരിക്കുന്നുണ്ട്. പിന്നെ കക്ക അത് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആടിൻ്റെ ബോട്ടി ഇതിപ്പോൾ കഴിഞ്ഞു, വീണ്ടും വെക്കുന്നുണ്ട്. അങ്ങനൊരു സംവിധാനം കൂടി ഉണ്ട് നമ്മൾ. കാരണം എല്ലാം തീർന്ന പിന്നെ അവസാനിക്കുന്ന ഒരു ഇത് നമ്മുടെ ഇതിലില്ല. കാരണം അത് തീർന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്പോൾ തന്നെ വീണ്ടും ചെയ്യും. 7 മണി വരെയൊക്കെ ആയാലും നമ്മൾ ആ കറികൾ 7 മണിക്കൊക്കെ കഴിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും റീസെറ്റ് ചെയ്യും. കാരണം വന്നിട്ട് ചിലപ്പോൾ വഴിയായാലും ഇപ്പോൾ മലപ്പുറം, മലയാറ്റൂർ, കോഴിക്കോട് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ആ 7 മണിക്കൊക്കെ വന്നിട്ട് എത്തിപ്പെട്ടിട്ട് കറികളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മടങ്ങി പോകേണ്ട അവസ്ഥ നമ്മളിതുവരെ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. 7 മണി വരെയൊക്കെ 7 മണിക്കൊക്കെ ആണെങ്കിൽ കറി തീർന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ റീസെറ്റ് ചെയ്യും. വീട്ടിലിപ്പോൾ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് പച്ചക്കൊള്ളി ചീകിയിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. അല്ലാണ്ട് കൊള്ളിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കറികൾ വെക്കുന്നത് ഇതാണ്. ഇവിടുത്തെ കറികൾ ഒരു ഇതെല്ലാം കറി വെക്കുന്നത് മാസ്റ്റർ ഷെഫ് മൂപ്പരാണ്. എൻ്റെ ഭാര്യ മിനി, എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ തന്നെയാണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. 37 കറികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. പച്ചക്കുള്ളിയിൽ ചീവ എടുത്തിട്ട് അതിൽ പാകത്തിന് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് കുറച്ച്, അതായത് ആ കുള്ളി മാത്രമാണെന്ന് വെച്ചെങ്കിൽ അത് തള്ളിപ്പോവും. സെറ്റായിട്ട് അത് വേവില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പച്ചക്കൊള്ളിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളമുണ്ട്, അതൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം അധികം വരില്ല. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ടേസ്റ്റിയാണ്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ചുങ്ക ഷാപ്പിൽ ഏറ്റവും കൂടുതൽ പോണ ഒരു സാധനം കൊള്ളിപ്പുട്ടാണ്. തീർച്ചയായിട്ടും ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച കള്ള് ഷാപ്പുകളിലൊന്നാണ് വേലൂർ ചുങ്ക AC കള്ള് ഷാപ്പ്. ഇവിടെ രാവിലെ 8 മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. വൈകിട്ട് 8 മണി വരെ പനങ്കള്ള്, തെങ്ങുകള്ള് 2 തരം കള്ളാണ് ഇവിടെ ഉള്ളത്. വൈകിട്ട് അന്തികള്ള് 6 മണിയാകുമ്പോൾ അന്തികള്ളുണ്ടാകും. കള്ളും കറികളും. പിന്നെ ഏറ്റവും കൂടുതൽ ഫാമിലികളാണ് ഇവിടെ വരുന്നത്. ഫാമിലിക്ക് പ്രവേശിയായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹട്ടുകളായി പ്രത്യേകം തരംതിരിച്ചിരുന്ന ഹട്ടുകളും AC-യിൽ സെപ്പറേറ്റ് ഫാമിലിക്ക് ഇരുന്ന സൗകര്യം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെ. ഒരുപാട് പൈസ ഒന്നും ഇവിടെ മേടിക്കുന്നില്ല. ഇപ്പോൾ AC-യിലേക്ക് എന്ന് പറയുമ്പോൾ സർവീസ് ചാർജ് മാത്രം, AC കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള അങ്ങനത്തെ ഒരു സർവീസ് ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കണുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. തൃശ്ശൂർ കുറവാണ്, പക്ഷെ മറ്റ് ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി വന്ന് കഴിച്ചു പോകണത് ഇവിടെ. അതെ. കൂടുതൽ മീനിൻ്റെ തലക്കരയാണ് ഇവിടെ നമ്മുടെ ഷാപ്പിലെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മീനിൻ്റെ തല, വറ്റയുടെ തലയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ. അതിലേക്ക് ഇപ്പോൾ നമുക്ക് പുട്ടുണ്ട്, ചിരട്ടപ്പുട്ട് വെറൈറ്റി ഏറ്റവും നല്ല ടേസ്റ്റി സാധനമാണ്. പിന്നെ കൂന്തള്, ഞണ്ട്, താറാവ്, മുയൽ, കല്ലുമ്മക്കായ് എല്ലാം ഉണ്ട്. ഒരു 25 തരം കറികൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് കറികളൊക്കെ എല്ലാം. ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. എല്ലാവരും ഫാമിലിക്കൊക്കെ അന്ന് ഒഴിവായ കാരണം ഏറ്റവും കൂടുതൽ തിരക്ക് ഞായറാഴ്ചകളിലാണ്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ.
നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.